എന്നെക്കൊണ്ട് ഈ ലോകത്തിന് എന്ത് ഉപകാരമാണുള്ളത്, ദൈവം എന്തിനാണ് ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചത് എന്നൊക്കെ സ്വയം ശപിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി നമ്മളാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെ സ്വയം ശപിച്ചിട്ടുള്ളവരാകാം. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രയോറിറ്റിയും ഇല്ലാതെ നമ്മൾ ഒരാളും ഈ ലോകത്ത് ജനിക്കപ്പെടില്ല. അല്ലെങ്കിൽ നമുക്കായിട്ട് ഒരു സ്പേസ് ദൈവം ഇവിടെ നൽകില്ല. നമുക്കെന്തോ ഇവിടെ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്, അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക, വിശ്വസിക്കുക. നമ്മൾ ഈ പുൽച്ചെടികൾ കണ്ടിട്ടില്ലേ? അതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ച് അതിന് വലിയ പ്രയോറിറ്റി ഒന്നും നമ്മൾ കൊടുക്കാറില്ല. ചിലപ്പോൾ അത് നമ്മൾ ചവിട്ടി തേച്ച് അതിൽ കൂടെ യാത്ര ചെയ്യും. പക്ഷെ അതൊരു വൈദ്യൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ, ആ പുൽച്ചെടികളിൽ നിന്നും നല്ലൊരു ഔഷധം ഉണ്ടാക്കുവാൻ ആ വൈദ്യന് കഴിയും. ഒരു പുൽച്ചെടിക്ക് എത്രത്തോളം പ്രയോറിറ്റി ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ള നമുക്ക് എത്രത്തോളം പ്രയോറിറ്റി ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിലൂടെ എന്ത് ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുവാൻ കഴിയും, ഈ ലോകത്ത് എന്ത് ഇമ്പാക്റ്റ് എന്നിലൂടെ ഉണ്ടാക്കുവാൻ കഴിയും, ആ ചിന്തയാണ് നമ്മളിലൂടെ കവിതകളായി, കഥകളായി, അല്ലെങ്കിൽ അഭിനയവുമായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ, എൻ്റർടൈൻ ചെയ്യുന്നതിലൂടെ, ജനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ, എന്താണെന്നറിയില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമ്മളങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വൈദ്യൻ എന്ന് പറയുന്നത് ദൈവമാണ്, പുൽച്ചെടി എന്ന് പറയുന്നത് നമ്മളുമാണ്. ആ രീതിയിൽ വൈദ്യന് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തെ ഹീൽ ചെയ്യുന്ന രീതിയിൽ, ഈ ലോകത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളെ മെനഞ്ഞെടുക്കുവാൻ കഴിയും. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. നമ്മളത് കണ്ടെത്തി സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെ, സ്വയം അനുഗ്രഹിക്കുന്നതിലൂടെയാണ് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നത്.